ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വടയാണ്. ഇതിന് നമുക്ക് ഉഴുന്നും പരിപ്പും ഒന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഈ വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് റവയാണ്. ഞാനിപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ വറുക്കാത്തതാണെങ്കിലും പ്രശ്നമില്ല. 1 കപ്പ് റവ എടുക്കാം. പിന്നെ വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. വലുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. നല്ല ചെറുതായിട്ട് വേണം നമ്മളിത് അരിയാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അതുകൂടി ചേർക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ 2 പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ്, നല്ല ജീരകമാണ്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കൂടെ തന്നെ ഒരു പിഞ്ച് കായപ്പൊടി കൂടി. ഈ കായപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ വടയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടി കൂടി ചേർക്കുകയാണ്. ഇപ്പോൾ ഈ പച്ചരിപ്പൊടി ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ വടയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ഒരല്പം ബേക്കിംഗ് സോഡ മതിയാകും. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈര്. ഇതിപ്പോൾ ഒട്ടും പുളിപ്പില്ലാത്തതാണ്. ഇപ്പോൾ പുളിപ്പുള്ള തൈരാണ് കൈവശം ഉള്ളതെങ്കിൽ അതിൽ 1 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് നല്ലതുപോലെ കുഴച്ചെടുക്കാനായിട്ട്. കൂടി പോരുത് വെള്ളം. നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതുപോലെ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. അത്രയും സമയം കൊണ്ടിട്ട് നമ്മുടെ റവ എല്ലാം നല്ലതുപോലെ കുതിർന്നിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. എന്നാൽ ശരി, നമുക്കത് 20 മിനിറ്റ് വരെ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റവ എല്ലാം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കയ്യിൽ ഒരല്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് ഓരോ ബോൾസായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതിൻ്റെ പേരിലാണ് നമ്മൾ കയ്യിൽ ഒരല്പം ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ ഒരു ബോൾ ആക്കിയതിന് ശേഷം നമുക്കിനി ഈ കയ്യിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും. ഇപ്പോൾ നമുക്ക് നമ്മുടെ വട നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചധികം മാവ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ വട തയ്യാറാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മാവ് എടുത്തിട്ട് നമ്മളിതുപോലെ വട തയ്യാറാക്കിയാൽ മതി. അപ്പോൾ വട നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. ഇതിപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ വടയാണിത്. ഈ മഴക്കാലത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും എടുക്കാം. നമ്മുടെ വട ഇപ്പോൾ നല്ല കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ റവ വട നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ കറുവപ്പട്ടയൊക്കെ ഇട്ട കട്ടൻ ചായ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ സൂപ്പറായിട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതുവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.